ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 24 മണിക്കൂർ കൊണ്ട് ഒരു വീട് കെട്ടാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ സത്യമാണ്. അത്രയും സ്പീഡിൽ തന്നെ കെട്ടാൻ സാധിക്കുന്ന വീടുകളായ പ്രീകാസ്റ്റ് ഹൗസ് കൺസ്ട്രക്ഷനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ഈ പ്രീകാസ്റ്റ് ഹൗസ് കൺസ്ട്രക്ഷൻ? ഈ വീടുകളുടെ പ്രത്യേകത എന്താണ്? ഇത്തരത്തിലുള്ള വീട് നിർമ്മാണത്തിന് എത്രത്തോളം ചിലവ് വരും? ഇതിൻ്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കുറഞ്ഞ ചിലവിലുള്ള വീടു നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോസിന് വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരൂ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രീകാസ്റ്റ് വീടുകൾ എന്ന് പറയുന്നത് മുൻകൂട്ടി തന്നെ നമുക്ക് ആവശ്യമുള്ള സൈസിലും അളവിലും കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളെ ഫാക്ടറീസിൽ റെഡിയാക്കിയെടുത്ത് പിന്നീടത് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഒന്നിനുമേലെ ഒന്ന് വെച്ച് അടുക്കി കെട്ടുന്ന വീടുകളെയാണ് പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ ഹൗസസ് എന്ന് പറയുന്നത്. സാധാരണ വീടുകളിൽ സ്ലാബിന് താഴെയുള്ള എല്ലാ ഭാരവും ബീമിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ബീമിലുള്ള എല്ലാ ഭാരവും താഴെയുള്ള കോളം വഴി അതിന് താഴെയുള്ള ഫൂട്ടിംഗ് അഥവാ അസ്ഥിവാരത്തിൽ പോയി അതിനും താഴെയുള്ള തറയിലാണ് പോയി നിൽക്കുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങാൻ കാരണമാകുന്ന സ്ലാബ്, ബീം, കോളം, ഫൂട്ടിംഗ് എന്നീ 4 പ്രധാന ഭാഗങ്ങളെ നമ്മുടെ സൈറ്റിൽ തന്നെ റെഡിയാക്കിയെടുക്കുന്നതിന് പകരമായി നമുക്ക് ആവശ്യമുള്ള സൈസിൽ കമ്പികൾ, കോൺക്രീറ്റ് എന്നിവ ഉപയോഗിച്ച് ഫാക്ടറീസിൽ തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഫാക്ടറീസിൽ റെഡിയാക്കി എടുക്കുമ്പോൾ സാധാരണ സൈറ്റിലുണ്ടാകുന്ന മെറ്റീരിയൽ വേസ്റ്റേജ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം. സാധാരണ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സ്ട്രോങ്നെസ് കൂട്ടുന്നതിന് വേണ്ടി കെട്ടിടത്തിൽ 3-4 തവണ വെള്ളം നനയ്ക്കാറുണ്ട്. അങ്ങനെ വെള്ളം നനയ്ക്കാതെ വരുമ്പോൾ വരുന്ന സ്ട്രക്ചറൽ വീക്ക്നെസ് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ നമുക്കുണ്ടാകുന്നില്ല. കാരണം ഫാക്ടറീസിൽ ഇത് നിർമ്മിക്കുമ്പോൾ എല്ലാ കോൺക്രീറ്റ് സ്ട്രക്ചറൽ പാർട്സിനെയും കോൺക്രീറ്റ് ഇട്ട് ഉണങ്ങിയതിന് ശേഷം വലിയ വാട്ടർ ടാങ്കുകളിൽ ഇട്ട് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ ജോയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് 2 തരത്തിലാണ് ലോക്ക് ചെയ്യപ്പെടുന്നത്. ഒന്ന് ഇന്റർലോക്കിംഗ് മെത്തേഡ് ആൻഡ് ഗ്രൗട്ടിംഗ് മെത്തേഡ്. ഇനി നിങ്ങളിവിടെ കാണുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഫൂട്ടിംഗ് പീസ് ഫൂട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഴിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം റെഡിമെയ്ഡ് ആയിട്ടുള്ള കോളം അതിലേക്ക് ഇറക്കി വെക്കുന്നു. അതിനുശേഷം ഫൂട്ടിങ്ങിനും കോളത്തിനും ഇടയിലുള്ള ചെറിയ ഗ്യാപ്പിനെ ഗ്രൗട്ടിംഗ് പേസ്റ്റ് ഉപയോഗിച്ച് പാക്ക് ചെയ്യുന്നു. അതിനുശേഷം കോളത്തിന് മുകളിലായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെഡിമെയ്ഡ് ബീമുകളെ ഓരോന്നായി ക്രെയിനിൻ്റെ സഹായത്തോടുകൂടി യോജിപ്പിക്കുന്നു. അതിനുശേഷം ഈ മെയിൻ ബീമിന് മുകളിലായി ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ സപ്പോർട്ടിംഗ് ബീമുകളെ യോജിപ്പിക്കുന്നു. പിന്നീട് അതിനും മുകളിലായി റൂമിൻ്റെ ഷേപ്പിനനുസരിച്ച് ചെറിയ ചെറിയ പാനലുകളെ അടുക്കി ആ ഫ്ലോർ റെഡിയാക്കി എടുക്കുന്നു. ഇങ്ങനെ 2 പീസുകൾ യോജിപ്പിക്കുന്ന ഭാഗത്തുള്ള ചെറിയ ചെറിയ ഗ്യാപ്പിനെ ക്ലോസ് ചെയ്യുന്നതിനായി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പശ ഉപയോഗിക്കാറുണ്ട്. ഈ പശ 20 മുതൽ 30 വർഷമായാലും ഇളകി വരില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തടുത്ത ഫ്ലോറുകൾ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളത്തിന് മുകളിലായി പുതിയ കോളംസ് ചേർത്ത് യോജിപ്പിച്ച് അതിനു മുകളിൽ ബീംസ്, പാനൽസ് എന്നിവ വെച്ച് ഫ്ലോറുകൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ കെട്ടുകയാണെങ്കിൽ നമുക്ക് 19 ഫ്ലോറുകൾ വരെ കെട്ടാൻ സാധിക്കുമെന്നതിന് 4 വർഷത്തിനു മുമ്പ് ചൈനയിൽ കെട്ടിയ ഒരു കെട്ടിടം ഉദാഹരണമാണ്. ഇപ്പോൾ റീസെൻ്റായി ചൈനയിൽ ഒരു ദിവസം കൊണ്ട് 10 ഫ്ലോറുകളുള്ള കെട്ടിടം കെട്ടിയെന്ന ന്യൂസ് കേട്ടിട്ടുണ്ടാകും. അതെല്ലാം തന്നെ ഈ പ്രീകാസ്റ്റ് മെത്തേഡിലാണ് കെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും പല വലിയ കൺസ്ട്രക്ഷൻസ് ഈ രീതിയിൽ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീടിൻ്റെ മുഴുവൻ ഭാഗവും പ്രീകാസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാതെ അതിൻ്റെ അസ്ഥിവാരം മാത്രം സൈറ്റിൽ റെഡിയാക്കിയെടുത്ത് മേലെയുള്ള സ്ട്രക്ചർ മാത്രം പ്രീകാസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ ചിലർ ബീംസും സ്ലാബ്സും മാത്രം പ്രീകാസ്റ്റ് ചെയ്ത് വാങ്ങാറുണ്ട്. എന്നാൽ മറ്റു ചിലർ വാൾസ് മാത്രം പ്രീകാസ്റ്റ് ചെയ്ത് വാങ്ങാറുണ്ട്. അതുകൊണ്ട് മുഴുവനായും പ്രീകാസ്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം പ്രീകാസ്റ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയാസിനടുത്തായി വർക്കേഴ്സിന് താമസിക്കാൻ സൗകര്യത്തിന് താൽക്കാലികമായി ഇതുപോലെ പ്രീകാസ്റ്റ് ഹൗസുകൾ ചെയ്യാറുണ്ട്. ഇതുപോലെ തൽക്കാലത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വീടുകളാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ശേഷം ഇത് പിരിച്ചെടുത്ത് റീകൺസ്ട്രക്ഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള പ്രീകാസ്റ്റ് വീടുകൾ കെട്ടുന്നതിന് എത്രത്തോളം ചിലവ് വരുമെന്ന് നോക്കാം. ഇതിൽ നമുക്ക് മെറ്റീരിയൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് 0% ആണ്. മെറ്റീരിയൽസ് മാത്രം 15 മുതൽ 20% വരെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വീട് കെട്ടുന്നതിൻ്റെ മെയിൻ വർക്കുകളെല്ലാം പെട്ടെന്ന് തീർക്കാൻ സാധിക്കുന്നത് കൊണ്ട് 50% കൂടുതൽ ലേബർ ചാർജ് കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഓരോ പീസും ഫാക്ടറിയിൽ റെഡിയാക്കി എടുക്കുന്നതിന്
ഉപയോഗിക്കുന്ന മെഷീൻസിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായതുകൊണ്ട് അവർ കാസ്റ്റിങ്ങിന് വാങ്ങുന്ന ചാർജും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജും ക്രെയിനിൻ്റെ ചാർജും വളരെ വളരെ കൂടുതലാണ്. സാധാരണ രീതിയിൽ വീട് കെട്ടുന്നതിനേക്കാൾ 30% കൂടുതൽ ഇതിന് ചിലവ് വരും. എന്നാൽ ആർക്കാണ് ഇത്തരത്തിലുള്ള വീടുകൾ ആവശ്യമെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് വീട് കെട്ടാൻ സമയമില്ല എന്ന് കരുതുന്നവർക്കും വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ അവരുടെ സൈറ്റിന് ചുറ്റും സൗകര്യമില്ല. ഉദാഹരണമായി സിറ്റികൾ, മലകൾ പോലുള്ള ഭാഗങ്ങളിൽ ജീവിക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ വീടുകൾ നല്ല ഒരു ഉപാധിയാണ്. ഈ ഇൻഫോർമേറ്റീവായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. നമസ്കാരം.